കൊച്ചിനെ കാണും. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് എൻ്റെ പിള്ളേരെ കാണണം. മനസ്സ് പറ്റുന്നില്ല. ബിഗ് ബോസ് മനസ്സിനെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇന്ന് വന്ന ബിഗ് ബോസിന്റെ പ്രൊമോ ആണ് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ചിരിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് തോന്നാം ഈ ഒരു പറച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒട്ടും ആത്മാർത്ഥത ഇല്ല പറച്ചിലാണെന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, സങ്കടം തിങ്ങി നിൽക്കുന്ന ഒരു മുഖം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഓരോരുത്തരുടെ ഫീലിങ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. പക്ഷെ ഇതൊരൊട്ടും ഫീലിങ്സ് ഇല്ല. അത് വെറുതെ പറയുന്ന ഒരു വാക്കുകളാണ്. ചിലപ്പം ആൾക്കാരുടെ വോട്ട്, സിമ്പതിൻ്റെ പേരിൽ ആൾക്കാരുടെ വോട്ട് കിട്ടാനുള്ള ഒരു ഐഡിയ ആയിരിക്കാം രേണു സുധീൻ്റെ. കാരണം അവിടെ ഹൗസിലെല്ലാവരും പറയുന്നത് രേണു ടാസ്ക് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ അത്ര ആക്റ്റീവ് അല്ല, സ്ക്രീൻ സ്പേസ് തീരെ കിട്ടുന്നില്ല. അപ്പം പിന്നെ ആളുടെ മനസ്സിലൊരു ഇതുണ്ടാവും, അത് ചിലപ്പോൾ എവിക്ഷനായി പോയാലോ എന്നുള്ള, ചിലപ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു ഇതായിരിക്കാം എനിക്ക് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, സിമ്പതി വോട്ടൊക്കെ എന്തായാലും കിട്ടുമല്ലോ, ചിലപ്പോൾ അതായിരിക്കും. അതെല്ലാം ഇനിയിപ്പോൾ പോകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. കാരണം അവിടെ മറ്റുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പോണത്. കാരണം ഇതിൻ്റെ മുൻപേ എവിക്റ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ എന്താ പറയുക, ഈ ഒരു ടൈമിൽ എവിക്റ്റഡ് ആവേണ്ട ആൾക്കാരല്ല. പക്ഷേ ഒട്ടും എന്താ പറയുക, ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരായിരുന്നു എവിക്റ്റഡായി പോകേണ്ടത്. പോയ ആൾക്കാരൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഈ രേണുസുതിക്ക് പകരം അവർക്ക് പകരം ഈ രേണുസുതി ആയിരുന്നു പോകേണ്ടിയിരുന്നത്, ഇത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. കാരണം മറ്റുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുതല്ലോ.